Hi friends, welcome to my review of Patriot. മമ്മൂട്ടി മോഹൻലാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചെത്തുന്നു. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര അങ്ങനെ ഒട്ടനവധി താരങ്ങൾ അണിയിച്ചൊരുക്കി മഹേഷ് നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് എഡിറ്ററായ സിനിമ. പെട്ടെന്ന് തന്നെ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. സിനിമ ഒരു സ്പൈ ത്രില്ലർ യൂണിവേഴ്സിൽ പെട്ട ഒരു സിനിമയാണ്. ആ ഒരു ജോണറിൽ തന്നെയാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ ചടുലമായ എഡിറ്റിംഗ്, ചടുലമായ ഡയറക്ഷൻ, തിരക്കഥ, അങ്ങനെ എടുത്തു പറയേണ്ട ഒട്ടനവധി മേഖലകളുണ്ട്. above all their acting, the placing of the character, എവ്രിതിങ് ആൻ എക്സലന്റ് മൂവി. ഒരു അടിപൊളി സ്പൈ ത്രില്ലർ മൂവി സമ്മാനിച്ചിരിക്കുകയാണ് മഹേഷ് നായർ. മലയാളത്തിൽ തന്നെ ഇതൊരു വേറെ ലെവൽ സ്കെയിലെടുത്ത ഒരു സിനിമയായിരിക്കുന്നു. മലയാളത്തിൽ ഇത്രയും നല്ലൊരു സ്കെയിലെടുത്ത ഒരു സിനിമ, ഇത്രയും നല്ലൊരു റിസ്ക് ഫാക്ടർ ഉണ്ടായിട്ടും അത്രയും താരങ്ങളെ വെച്ചിട്ട് അവരുടെ താരപദവി പോകാതെ തന്നെ തിരക്കഥ അണിയിച്ചൊരുക്കുകയും അതിന്റെ പേസിൽ സ്ക്രീൻ പ്രസൻസിൽ അവരെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ചില്ലറ ടാസ്ക് അല്ല. അക്സെപ്റ്റ് ടു മഹേഷ് നാരായണൻ ഫോർ ദാറ്റ്. അതൊരു അബ്രോഡിൽ എത്തിച്ചതൊരു തിയേറ്ററിൽ നമ്മുടെ പ്രേക്ഷകരുടെ മനം കവരുക എന്ന് പറഞ്ഞാൽ അതൊരു നെക്സ്റ്റ് ലെവൽ ടാസ്ക് ആണ്. ഐ തിങ്ക് മഹേഷ് നാരായണൻ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. സോ ഈ മൂവി ഒറ്റ വാക്കി പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഹാഫിലോട്ട് കിടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വളരെ ചടുലമായിട്ട് അതിഗംഭീരമായിട്ട് അണിയിച്ചിരിക്കുന്നു. ചില മൂമെന്റ്സിലൊക്കെ ഗൂസ് ബംസ് അടിച്ചിങ്ങനെ നിന്നു. ചിലവരുടെയൊക്കെ ഒരു ഇൻട്രോ ഒന്നും വലിയ പഴയ രീതിയിലല്ല, ഒരു ക്ലാസിക് രീതിയിലാണ് ഇവരുടെ എല്ലാവരും ഇൻട്രോ വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഒരു വൗ ഫാക്ടറിൽ ഒരു മാസ് മസാല മൂവിന്റെ ഒരു ഫാക്ടറിലല്ല പോണത്. ഒരു ക്ലാസിക്കൽ ത്രില്ലർ പേസിലാണ് നമുക്കൊരു ഹോളിവുഡ് ലെവലിലൊക്കെ ഒരു സിനിമ എങ്ങനെയാണ് എടുത്തേക്കണത്. അത് നമ്മുടെ മലയാളത്തിൽ കണ്ടാൽ എങ്ങനെയായിരിക്കും, അതാണ് പാട്രിയോട്ട്. ആ ലെവലിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. പടത്തിന്റെ ടെക്നിക്കൽ വശങ്ങളോട് കിടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഡയറക്ടർ, എഡിറ്റർ, റൈറ്റർ മഹേഷ് നാരായണൻ അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് ഓഫ് ഓൾ ഇതിനെടുത്ത് പറയുകയാണെങ്കിൽ ആക്ടേഴ്സ് ഗംഭീരമായിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി അടിപൊളി, സുഷിൻ ഷ്യാമിന്റെ മ്യൂസിക് ഗംഭീരം. അങ്ങനെ എടുത്തു പറയത്തക്ക ടെക്നിക്കൽ ഫോൾട്ട് ഒന്നുമില്ലാത്തൊരു സിനിമ കണ്ടിറങ്ങിയ ഒരു സംതൃപ്തി. പടത്തിന്റെ ഒരു നേരിയൊരു പോരായ്മ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ വെച്ചിട്ട് ഒരു ടെമ്പോ കുറച്ച് താഴോട്ട് വരികയും ഒരു ചെറിയ, അതായത് ഫസ്റ്റ് ഹാഫ് അത്രയും ലെവലിൽ എത്തിച്ചിട്ട് സെക്കൻഡ് ഹാഫ് അതിന്റെ കൂടെ എത്താത്തൊരു ചെറിയൊരു സാധനം അതും കൂടി എത്തിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരുന്നു പടം. പടം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പേഴ്സണൽ റിവ്യൂ പറയണമെങ്കിൽ ഔട്ട് ഓഫ് 10 ഒരു 8 കൊടുക്കാവുന്ന മൂവി. മസ്റ്റ് വാച്ച് തിയേറ്ററിലേക്കൽ എക്സ്പീരിയൻസ്. അടിപൊളിയായിട്ടുണ്ട്. മമ്മൂട്ടീനെ മോഹൻലാലിനെ തിയേറ്റർ സ്ക്രീനിൽ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കുറെ വർഷത്തിന് ശേഷം ഞാൻ കാണാതെ തന്നെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അവരുടെ ആ തിരക്കഥയിൽ അവരുടെ ക്യാരക്ടർ പ്ലേസ്മെന്റും ഏതാണ്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു. പടം സംസാരിക്കുന്നത് ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിന്റെ ഒരു ബാഡ് വേർഷൻ നമ്മുടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും. ലിറ്ററലി സ്പീക്കിംഗ് ഇത് ഒരു നടന്ന കഥ തന്നെയാണ്. ഈ കഥ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലും നമ്മുടെ കയ്യിലിരിക്കുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ എങ്ങനെയാണ് ഒരു വേറൊരു രീതിയിൽ ടെക്നിക്കാലിറ്റി ഇതിലേക്ക് ഒരു മോശം രീതിയിൽ ഉപയോഗിക്കുക. അതിൽ നമുക്കൊരു വാണിംഗ് കൂടിയാണ് തന്നത്. ഒരു മെസ്സേജ് നല്ല രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് സിനിമ. ഒരു പാട്രിയോട്ട് ആ ഒരു ലെവലിൽ ഒരു ദേശസ്നേഹം എങ്ങനെ ഉണ്ടാവണം, എന്താണ് ദേശസ്നേഹം, അതൊക്കെ അതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. സമകാലിക രാഷ്ട്രീയത്തെ പറഞ്ഞ് നിൽക്കാത്തത് തന്നെ ഇപ്പൊ കഴിഞ്ഞ കുറെ സിനിമകളായിട്ട് ലൂസിഫർ അങ്ങനെ ഒന്ന് രണ്ട് പടങ്ങളിലൊക്കെ ഇവർക്ക് പ്രശ്നം വന്നതോടെ തിരക്കഥയിൽ അത് നല്ല രീതിക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആലോചിച്ച് അതിലൊന്നും തൊടാണ്ട് സമകാലിക രാഷ്ട്രീയം പറഞ്ഞു തൊടാതെ തന്നെ ഇത് പറഞ്ഞു പറയാണ്ട് വെച്ചൊരു കഥ തന്നെയാണ്. അതിലൊരു ബോൾഡ്നെസ് കാണിക്കത്തിലൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇതൊരു പറയേണ്ട ഒരു കഥ തന്നെയാണ്. മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ റിവ്യൂ. അണ്ടിൽ ദെൻ ബൈ ഫ്രണ്ട്സ്. താങ്ക്സ്.